ഭാസ്കരൻ മാമന്റെ കഥയാണ് ഞാനീ പറയുന്നത്. ഭാസ്കരൻ മാമന്റെ തലമുറ എന്ന് പറയുന്നത് കൃഷി ചെയ്ത് ജീവിച്ചവരാണ്. നെൽകൃഷി ചെയ്യുന്നവരല്ല, കൃഷി ചെയ്യുന്നവരെ കൃഷി ചെയ്തു എന്ന് പറയും. എങ്ങനെയാണ്? നെല്ല് മേടിച്ച്, ഭാസ്കരൻ മാമന്റെ അച്ഛൻ നെല്ല് മേടിച്ച് തലയിൽ ചുമന്ന് കൊണ്ടുപോയി വിറ്റ്, ആദ്യം അവല് കച്ചവടം തുടങ്ങി, പിന്നെ നെല്ല് കൊണ്ടുപോയി വിറ്റു, പിന്നെ അരിക്കച്ചവടം തുടങ്ങി, പിന്നെ ആത്രയിൽ അരി വെള്ളത്തിൽ തുടങ്ങി സമ്പന്നനായി. 4ാം ക്ലാസ് വരെ ഭാസ്കരൻ മാമൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഭാസ്കരൻ മാമൻ ബുദ്ധിമാനായിരുന്നു, ബഹുമിടുക്കനായിരുന്നു. മിടുക്കെന്ന് പറഞ്ഞാൽ അസാമാന്യമായ ബുദ്ധി, പണമുണ്ടാക്കാനുള്ള ആഗ്രഹം, പണത്തിനോടുള്ള അമിതമായ ആഗ്രഹം, സ്വർണത്തിനും പണത്തിനുള്ള ഭൗതികമായ സുഖങ്ങൾ. അപ്പോൾ ഭാസ്കരൻ മാമൻ മനസ്സാക്ഷി എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഭാസ്കരൻ മാമൻ ഞാൻ കാണുമ്പോൾ സമ്പന്നനാണ്. ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട്. ഭാസ്കരൻ മാമൻ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കി, പണം പലിശ കൊടുക്കുന്ന സ്ഥാപനം ഉണ്ടാക്കി, ഇഷ്ടം പോലെ ഭൂമി വാങ്ങിക്കൂട്ടി, ഇതൊക്കെ ചെയ്തു. ഇഷ്ടം പോലെ പണമുള്ള സംസാരിക്കാത്തൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. സ്നേഹം കൊണ്ടല്ല, പണം. കല്യാണം കഴിക്കാൻ സംസാരിക്കാത്ത, എന്നാൽ കേൾവിക്ക് വലിയ പ്രശ്നമില്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത, ഭാസ്കരൻ മാമനേക്കാൾ ശാരീരികമായി വലിപ്പമുള്ള, സൗന്ദര്യമില്ലാത്ത ഒരു സുന്ദരമായ മനസ്സുള്ള വസന്തയെ കല്യാണം കഴിച്ചു ഭാസ്കരൻ മാമൻ. ഒരിക്കൽ പോലും അവരെ മുഖത്ത് അയാൾ നോക്കിയിട്ടില്ല. കുട്ടികളെ സൃഷ്ടിച്ചു. ഇപ്പൊ കുട്ടികളെ സൃഷ്ടിക്കാൻ മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പണം കൊണ്ട് പൂത്തുലഞ്ഞു. അങ്ങ് ഭാസ്കരൻ മാമൻ ആൾക്കാരുടെ അടുത്ത് യാതൊരു ദാക്ഷിണ്യവും ഇല്ല. ഞാൻ ഭാസ്കരൻ മാമനെ കാണുമ്പോൾ ഭാസ്കരൻ മാമൻ തടിച്ച് കുയർത്ത വയറൊക്കെയായി. അച്ഛൻ, ഈ മറ്റേ അച്ഛനുണ്ടല്ലോ, ഭാസ്കരൻ മാമന്റെ അച്ഛൻ വേലായുധൻ മാമൻ പുഴുത്തു മരിക്കുമെന്ന് ഞാൻ പറയില്ല. അവസാന കാലം വീട്ടിന്റെ ഒരു തിണ്ണയിൽ, ഒരു മൂലയിൽ, തിണ്ണാന്ന് പറയാൻ പറ്റിയ മുൻപിനശത്തായി പോകും. വളരെ കാലം നടന്ന് പുറമൊക്കെ പൊട്ടി ഒലിച്ച് മരിച്ചു. ഇതല്ലേ മനസാക്ഷി എന്ന് പറയുന്നത്. ഈ ഭാസ്കരൻ മാമനാണെങ്കിൽ മനസാക്ഷി എന്ന സാധനമില്ല. പണം, മക്കളുണ്ടായി, 2-3 പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടായി. അവരെയൊക്കെ വളരെ കർക്കശമായി വളർത്തി. അവർക്ക് അച്ഛനോട് സ്നേഹമില്ല. കാരണം ഭാസ്കരൻ മാമൻ സ്നേഹിച്ചത് പണത്തെ മാത്രമാണ്. ഭാര്യയെ സ്നേഹിച്ചില്ല, മക്കളെ സ്നേഹിച്ചില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഭാസ്കരൻ മാമൻ എന്തിനാണ് ഈ സ്വത്തുക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് നിനക്ക് അറിഞ്ഞുകൂടാ. എന്നെ കുട്ടാന്ന് വിളിക്കും അച്ഛൻ്റെ വീട്ടുകാർ. നിനക്ക് അറിഞ്ഞുകൂടാ കുട്ടാ, പണമാണ് ഇവിടെ ഏറ്റവും വലുത്. ഞാൻ ഈ ഭാസ്കരൻ മാമ ഭാര്യ സംസാരിക്കൂലല്ല. സംസാരിക്കണം എന്തിനാണ്? അവൾക്ക് ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട്, ഞാൻ ഇഷ്ടം പോലെ സ്വത്തുണ്ടാക്കിയിട്ട്. നിനക്കറിയോ, നീ ഒരു വിഡ്ഢിയാണ്ടാ. ഞാൻ ഇതൊന്ന് വിഡ്ഢി. നീ ഉള്ളതെല്ലാം നീ കല്യാണം കഴിച്ച, ആദ്യ വിവാഹം കഴിച്ച ആ സ്ത്രീയുടെ പേരിൽ എഴുതി വെച്ചില്ലേ? അതിനെന്ത്? ഞാനിപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ, എനിക്ക് സമാധാനമുണ്ടല്ലോ. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സംതൃപ്തനായ ഭർത്താവ് എന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു. കാരണം ടീച്ചർ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അത് ശരിയാണ്, അതാണ് ശരി. ഭാസ്കരൻ മാമ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് മേശ തുറന്ന് ഒരു ഡസൻ ഗുളികയെടുത്ത് വായിലിട്ട് വെള്ളം കുടിച്ച് കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ, അവശതകളുണ്ട്. ഞാൻ എന്താണ് അത്? ഡയബറ്റിക്, കൊളസ്ട്രോള്, ലിവർ കംപ്ലൈന്റ് എല്ലാം ഉണ്ട്. ഞാൻ ഈ പണമൊക്കെ ആർക്കാണ്? കെട്ടുകണക്കിന് പണം, പ്രശ്നങ്ങളാണ്. ഇത് ഒരു സീനാണ്, എൻ്റെ സിനിമയുടെ ഒരു സീനാണെന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടേ. ഞാൻ കാണുന്ന ഒരു സീൻ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഭാസ്കരൻ മാമനെ കാണാൻ പോകുമ്പോൾ, ഭാസ്കരൻ മാമന്റെ ഒരു ക്ലർക്കുണ്ട്. ഈ ഭാസ്കരൻ മാമന്റെ എല്ലാ വൃത്തികേടുകളും നല്ലവണ്ണം അറിയാവുന്ന ഒരാള്. ഒരു കാര്യം ഞാൻ സത്യം പറയാം, ഭാസ്കരൻ മാമൻ സ്ത്രീകളോട് പോയിട്ടില്ല. ഒരു സ്ത്രീകളെയും അനാവശ്യമായിട്ട് പെരുമാറുകയോ, അനാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യുകയോ, അനാവശ്യമായിട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിനും പോയിട്ടില്ല. പക്ഷെ ആവശ്യങ്ങൾക്ക് പോലും നീ 5 മണിക്ക് 9 മണി 10 മിനിറ്റിന് വരണം എന്ന് പറഞ്ഞാൽ 9 മണി 12 മിനിറ്റ് ആയാൽ ശമ്പളത്തിൽ 20 രൂപ കുറയ്ക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഭാസ്കരൻ മാമന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ഈ രാധാകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ഭാസ്കരൻ മാമന്റെ മാനേജർ അവിടെ വന്നു. ഇതിനകത്ത് കഥയിൽ ഞാൻ കുറച്ച് ട്വിസ്റ്റൊക്കെ വരുത്തിയിട്ടുണ്ട്, പേരൊക്കെ മാറ്റി. ഇത് റിയൽ സംഭവമാണ്, നിങ്ങൾ അങ്ങോട്ട് കേൾക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, എന്താ അമ്മയ്ക്കൊന്നും എങ്ങനെയുണ്ട് രാധാകൃഷ്ണ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അമ്മയ്ക്ക് സുഖമില്ല. സുഖമില്ലാതെ വരും, ശരീരമല്ലേ, ഒരു 8 ഗുളിക കഴിച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് നാളെ ഇവിടെ ശരീരമോ അസുഖങ്ങളൊക്കെ വരും. അതിനിപ്പോ എന്ത് ചെയ്യാനാണ്? അപ്പം എൻ്റെ അമ്മയ്ക്ക് മാനസികമായ പ്രശ്നമുണ്ട് ചേട്ടൻ, അത് എന്നെ ഒന്ന് ഒരാഴ്ചത്തെ അവധി എന്തിനാ അവധി? തിരിച്ചു വരണ്ട, അവധി എടുത്ത് പൊക്കോളൂ. അപ്പോൾ
അയാൾ ഒരു നിമിഷം നിശബ്ദനാകുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചത് എന്തൊരു മനുഷ്യനാണ്. ഇവിടെ ജോലിയുണ്ട്, ഇവിടെ ജോലിക്ക് വന്നാൽ പണം തരും, എനിക്ക് ജോലി നടക്കണം. യാഥാവശ്യമുള്ള ജോലി ചെയ്യണമെങ്കിൽ മാസം എണ്ണി വാങ്ങിക്കുന്നു. ഇതാണ് ഇവിടെ രീതി. എണ്ണി ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടല്ലോ, എണ്ണി വാങ്ങിക്കുന്നില്ലേ? അത് ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് ദൈവം തന്നതിൻ്റെ ഒരു പങ്കാണ് നിനക്കൊക്കെ ഞാനിങ്ങനെ തരുന്നത്. എന്നാൽ നമ്മൾ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന രീതി, പണം ഈശ്വരൻ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് നീനൊക്കെ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? എൻ്റെ അമ്മയ്ക്ക് മാനസിക പ്രശ്നമാണ്. ഭ്രാന്താണോ? ഭ്രാന്താണ്. ഒരു കാര്യം ചെയ്യും, ഉളമ്പറ കൊണ്ടുപോയി ഇട്ടു, അവിടെ കൊണ്ടുപോയി റെഡിയാക്കി അവിടെ കിടക്കട്ടെ. അപ്പോൾ പറഞ്ഞു, അല്ല എനിക്ക് കുറച്ച് സാമ്പത്തികം കൂടെ വേണമായിരുന്നു, ശമ്പളം അഡ്വാൻസ് ആയിട്ട്. ആ ശമ്പളം എങ്ങനെ അഡ്വാൻസ്, ഞാൻ നോക്കട്ടെ. അവിടെ ബെല്ലടിച്ചപ്പോൾ മറ്റേ അക്കൗണ്ടന്റ് വന്നു, അടുത്തവൻ. രാധാകൃഷ്ണന് പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? പുള്ളി അയാളെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇയാളിങ്ങനെ നമ്മളുണ്ട്, ഒരാളിങ്ങനെ നിൽക്കുവാണ്, ഭ്രാന്ത് പിടിച്ച അമ്മയെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകാൻ 10-30 വർഷം ജോലി ചെയ്ത ആ സ്ഥാപനത്തിൽ പോയി കുറച്ച് പണം സ്വന്തം അമ്മ ഭ്രാന്ത് പിടിച്ച് അലറുമ്പോൾ അമ്മയെ ചങ്ങല കിട്ട് കിടക്കേണ്ട നമ്മളങ്ങോട്ട് വിചാരിക്കുക. ചങ്ങലയിടാൻ പോകുന്ന പാകത്തിൽ ജീവനോട് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത സമയത്ത് ഇയാൾ പൈസ ചെന്ന് ചോദിക്കുമ്പോൾ ഈ 30 വർഷം ജോലി ചെയ്ത ആൾ മറ്റേ പറയുകയാണ്, പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? പറയാ കുറച്ച് നിപ്പുണ്ട്. അതെങ്ങനെ അപ്പൊ അതെങ്ങനെ കൊടുക്കും തിരിച്ച്? ഞാൻ പൈസ തന്നാൽ ഈ ബാധ്യത നിന്റെ കടം ഞാൻ തരാം. നീ എങ്ങനെ തരും? നിനക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ? നിനക്ക് 4 പെൺമക്കളല്ലേ? നീ അതിനെ കെട്ടിച്ചയക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? എടാ, ഞാൻ കഴിഞ്ഞ ദിവസം നിന്റെ ആ മോളെ കണ്ടു, അവിടെ കഴിഞ്ഞ് 1 ഗ്രാം പൊന്നുണ്ടോ, 1 തരി സ്വർണമുണ്ടോ? നീ എന്തിനാണ് ആ 3 ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാക്കി? ഈ ഒരു മനുഷ്യനെ പരിഹസിക്കാവുന്നതിൻ്റെ പരമാവധി പരിഹസിക്കുക. അവന്റെ ദുർബലമായ വികാരം, അവന്റെ ദുർബലമായ അവസ്ഥ, ഭ്രാന്ത് പിടിച്ച അമ്മയെ കൊണ്ടുപോവുക. ഈ രാധാകൃഷ്ണപിള്ള എൻ്റെ അടുത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ വേലായുധം കാരണം മരിക്കാൻ കിടക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 3-4 ദിവസം മലമൂത്ര വിസർജനങ്ങളിൽ അങ്ങനെ കിടക്കും. ഇയാൾ അച്ഛനാണ്, തിരിഞ്ഞു പോലും നോക്കൂല, ആഹാരം കൊടുക്കാൻ മനുഷ്യരില്ല, ദുർഗന്ധം കൊണ്ട് മുറി തുറക്കൂല എന്നാണ് പറയുന്നത്. ആ മുറി വൃത്തിയാക്കാൻ കയറിയാൽ 3 ദിവസം പിന്നെ ആഹാരം കഴിക്കാൻ പറ്റൂല. ആലോചിക്കണം, കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും ഉണ്ടാക്കുന്ന മനുഷ്യർ ജീവിതത്തിന്റെ അവസാന കാലം സത്യസന്ധമല്ലാത്ത മാർഗത്തിലൂടെ പണമുണ്ടാക്കിയാൽ ജീവിതത്തിന്റെ അവസാന കാലം അനുഭവിക്കാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും. ഇത് ഞാൻ മുമ്പിൽ കണ്ടൊരു സത്യമാണ്. ബാക്കി കണ്ടതിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഞാൻ നോക്കട്ടെ, നീ നിൽക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം തൊഴുതിട്ട് പുറത്തോട്ട് ഇറങ്ങി തരുന്നത്. അപ്പൊ ഇയാൾ അയാളോട് ചോദിക്കുന്നത്, ഇനി ഇവനെയൊക്കെ നമ്മൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ വല്ല ആൾക്കാരെ നിൽക്കണോ? വേറെ ആൾക്കാരെ വല്ലതും വിളിക്കാൻ നോക്കും. ഇങ്ങനെ പ്രായമായി വിളിക്കും, കുറച്ച് പൈസ കൊടുത്ത് വിട്ടേക്ക്, ഇനിയിപ്പോ വരണ്ട. അപ്പൊ മറ്റേയാളറിയാം, പഴുത്ത പ്ലാവല വീഴുമ്പോ പച്ചപ്ലാവല ആലോചിച്ചിരിക്കും, ചിരിക്കും. ഇവന് നാളെ വീഴുന്നുള്ളത് അവനറിയാമല്ലോ, അറിഞ്ഞുകൂടാ. പക്ഷെ ഇദ്ദേഹത്തെ പറഞ്ഞു, ചേട്ടാ രാധാകൃഷ്ണൻ ചേട്ടൻ ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നതില്ലേ, ഭാര്യയ്ക്കാണെങ്കിൽ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, 3 പെൺമക്കളെയാണ്, കെട്ടിച്ചയച്ചിട്ടില്ല. നീ എന്നെ ഇങ്ങനൊന്നും പഠിപ്പിക്കാനൊന്നും വരണ്ട. ആൾ എന്തിനാ ഉണ്ടാക്കി പിള്ളേരെ? ഇങ്ങനെ പറയുന്ന ഒരാൾ ഹൃദയം വേദനിച്ചു പോകും. ഞാൻ കുറെ നേരം ഇവരൊക്കെ ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, ഭാസ്കരൻ മാമ അവൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മാമൻ ചെയ്യുന്നത് ശരിയല്ലേ? മാമൻ ചെയ്തത് ശരി തന്നെ. മാമൻ ഇത് ഉണ്ടാക്കുന്നത് ആർക്കാ അറിയോ? മാമന്റെ മൂത്ത മോൻ നല്ല വണ്ണം മദ്യപിച്ച് എന്ത് ചെയ്യണം? മദ്യപിച്ച് 4 കാലിൽ നടക്കണം ഇല്ലേ? അവനെനിക്ക് അങ്ങനെ ഒരു മകനില്ല. ഞാൻ പറഞ്ഞു, അതാണോ അതിന്റെ പരിഹാരം? ഈ ഉണ്ടാക്കുന്ന പണം മുഴുവൻ അച്ഛന് എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് ഈ ഉണ്ടാക്കണതൊക്കെ അവർ അനുഭവിക്കുള്ളത്. ചേട്ടാ ഇന്ന് ഇപ്പം ഭാസ്കരൻ മാമൻ മരിക്കുകയോ ഈ പിള്ളേരുടെ അവസ്ഥ എന്താണ്? ദൈവം നോക്കിക്കോളും. ദൈവം നോക്കൂല. ദൈവം ചേട്ടൻ അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നോക്കുള്ളൂ. ചേട്ടൻ നോക്കൂല. ചേട്ടൻ കാണിക്കേണ്ടതെല്ലാം വലിയ അബദ്ധം തെറ്റുമാണ്. ചേട്ടൻ്റെ അച്ഛൻ കുറെ കാലം ഈ കട്ടിരിക്കും. ഞാനങ്ങനെ പറയും. ഞാൻ ഇതിന് പറഞ്ഞ പഠിക്കാനൊന്നും എനിക്ക് ഭാസ്കരൻ മാമൻ്റെ ഒന്നും വേണ്ട. ഭാസ്കരൻ മാമൻ 2-3 ദിവസം കഴിഞ്ഞ് മലമൂത്ര വിസർജനങ്ങളിൽ കിടന്നിട്ട് ആ ദുർഗന്ധം കൊണ്ട് അകത്ത് കയറാൻ കഴിയാത്ത 1000 ലക്ഷങ്ങളെ കൊടുക്കാൻ കയറിയില്ല. ഈ രാധാകൃഷ്ണപിള്ളയിലെ പോയിട്ട് അതെല്ലാം ചെയ്ത് ശുദ്ധമായിട്ട് വൃത്തിയാക്കി ആ മനുഷ്യൻ കരഞ്ഞത്. ആ മനുഷ്യൻ രാത്രികളിൽ 2 കണ്ണീരൊഴുക്കി കിടക്കണ കണ്ടു അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടില്ല. ഭാസ്കരമാൻ്റെ സ്വന്തം ഭാര്യയുടെ ഒരു നീരത്തിന് ചെവി കേൾക്കാത്ത, കണ്ണ് കേൾക്കാത്ത, സംസാരിക്കാത്ത, അല്ല കണ്ണല്ല സംസാരിക്കാത്ത ഒരു സ്ത്രീയെ സൗന്ദര്യം പോലും നോക്കാതെ, ഒന്നും നോക്കാതെ അവരെ കല്യാണം കഴിച്ച പുണ്യം. പക്ഷെ അവരുടെ സ്വത്ത് നോക്കിയിട്ടല്ലേ കെട്ടിയത് അല്ലേ? അങ്ങനെ എന്താണ് പറഞ്ഞെന്നറിയോ? എൻ്റെ മകൾക്ക് ഒരു ജീവിതം വേണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനൊരു മകളുണ്ടായി പോയത് അവിടെ കുറ്റമല്ല, അവൾക്ക് സൗന്ദര്യമില്ലാതെ പോയത് അവിടെ കുറ്റമല്ല, അവർക്ക് കേൾപ്പിക്കറവ് സംസാരിക്കാൻ പറ്റാതെ പോയത് അവിടെ കുറ്റമല്ല. എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ദോഷങ്ങളുടെ പരിണിത ഫലമായിട്ട് എനിക്കിങ്ങനെ മകളുണ്ടായേ പറ്റൂ. ഞാൻ ഈ സ്വത്തും പണമെല്ലാം കൂടെ ഈ ഭാസ്കരന് കൊടുത്തപ്പോൾ അവനെ അവളെ നോക്കുന്നല്ലേ വിചാരിച്ചേ? ഞാൻ എന്തിനു വിചാരിക്കണം?
മനസാക്ഷി ഇല്ലാത്ത ഭാസ്കരൻ എന്ന് പറഞ്ഞ ആള് മനസാക്ഷി ഇല്ലാത്ത ഒരുത്തരാണ്. സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാത്ത, സ്വന്തം ഭാര്യയെ പോലും സ്നേഹിക്കാത്ത, മനുഷ്യരെ സ്നേഹിക്കാത്ത, പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഈ ഭാസ്കരൻ മാമനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മോളെ കെട്ടിച്ചു കൊടുത്തത്? ആ മനുഷ്യൻ നിശബ്ദനായിട്ട് നിന്നു. എവിടെ നിശബ്ദനായിട്ട് നിന്നു? ഇയാൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് അപ്പം തോന്നിയതല്ല ഭാസ്കരൻ മാമൻ. എനിക്ക് നിങ്ങളെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരുതരം വെറുപ്പ് എന്നോട് തന്നെ തോന്നുകയാണ്. ആണ് നീ എന്നോട് ഇരിക്കണേ എന്ന് ഞാൻ വിചാരിക്കണം. എന്തിനാണ്? എനിക്ക് വെറുപ്പ് തോന്നുവാണ് ഭാസ്കരൻ മാമ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നൊന്നും ഞാൻ പറയണില്ല. നീ ഇപ്പൊ വലിയ സ്വാമിയും ഒക്കെ ഇല്ലേ, നീ പറഞ്ഞ എന്നെ ഫലിപ്പിക്കണ്ട. നിന്റെ ആശ്രമത്തിൽ വേണമെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരാം. ഞാൻ മുറിമാലപ്പാടി തമ്പുരാനില് അവിടെ എന്തോ വലിയ മലമറി കിടന്ന് കേട്ട് അമ്പലം പണിയണത്. ഞാൻ അയാളുടെ അടുത്ത് മറുപടി പറയാൻ നിന്നില്ല. എന്തിനാ നമ്മളെ മറുപടി പറയണം? ഇതുപോലുള്ള എൻ്റെ പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇവൻ്റെ ഒന്നും പൈസ ഇല്ലാതിരിക്കണം നല്ലത്. വെറുപ്പോട് കൂടി ഞാൻ ഇറങ്ങിപ്പോയതിനു ശേഷം ഞാൻ പിന്നെ അവിടെ പോയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് വേദനിച്ച് അന്ന് രാത്രി ഉറങ്ങാണെന്നപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ എന്തൊരു ലോകമാണ് ടീച്ചറെ, എൻ്റെ മനസ്സിൽ നിന്ന് അയാളെ മുഖം മാറണില്ല. ആരുടെ മുഖം? ഞാൻ ആ ഭ്രാന്താശുപത്രിയിലേക്ക് അമ്മയെ കൊണ്ടുപോകാൻ ചെന്നപ്പോൾ അയാൾ ഇന്ന് ഇത്രയും ദൈവം എന്തിനാണ് ആളറിയാതെ ഇങ്ങനെ ധനം വാരിക്കോരി കൊടുക്കുന്നത്? അപ്പോൾ ടീച്ചർ പറഞ്ഞു, നമ്മൾ അവൻ്റെ നെഗറ്റീവ് ഒന്നും പറയണ്ട, നമുക്ക് അങ്ങനെയൊന്നും പറയണ്ട സ്വാമി. എനിക്ക് വിഷമം വന്ന് എനിക്ക് സഹിക്കാൻ വയ്യ. ഞങ്ങളെന്നും ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ വിചാരിച്ചു ഞാനിനി ഇങ്ങനെ മനുഷ്യൻ്റെ ഫലങ്ങൾ പറയുന്നില്ല, ഞാനിത് നിർത്തുകയാണ്. എനിക്കിത് താങ്ങാൻ വയ്യ, ഞാൻ വീണു പോകും. വയസ്സ് 63 ഞാൻ മുറിപ്പാലത്തിന് മാടന്തമ്പുരാൻ ക്ഷേത്രത്തിന് 500 എന്നുള്ളത് 1000 ആക്കിയതുപോലെ ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ആൾക്കാർ വരുന്നുണ്ട്, ക്ഷേത്ര ബാധ്യതകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ടത് പറ്റുന്നില്ല. അവിടെ നോക്കാനും ആരുമില്ല, അമ്പലം നിലനിർത്താനും ആരുമില്ല. നാളെ ഒരു അമ്പലത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് മോശ കാലഘട്ടമാണ്. അവിടെയുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ആരെ കൊണ്ടും അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഞാനപ്പോൾ അവിടെ പലയിടത്ത് ചോദിക്കുമ്പോൾ അത് വരും, സ്വാമി ഒന്നില്ലേ, അതുപോലെ ഒരാൾ വരും. ആര് വരാൻ? ആ ക്ഷേത്രത്തിന്റെ കാര്യം അതിലും പരമദയനീയം. പക്ഷെ എനിക്ക് മനുഷ്യന്റെ ദുഃഖങ്ങളും കണ്ണീരും ഇന്നും എത്രയോ പേര് വന്ന് കരഞ്ഞു. ആ കരയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യാനാണ്? എന്നെ കൊണ്ട് നിവർത്തിയില്ല. അതുകൊണ്ട് ഈ ഫലം പറയുന്നത് ഞാനങ്ങ് നിർത്തണം എന്ന് ഞാൻ ടീച്ചറിനോട് ഇന്നലെ പറഞ്ഞു. എനിക്ക് താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ DNA പറയുന്നത്. ഞാനിപ്പോൾ ഈ 2-3 ദിവസം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ ഫലങ്ങൾ, പ്രഡിക്ഷൻസ്, മനുഷ്യന്റെ ദുഃഖങ്ങൾ പറയാൻ വയ്യ. എനിക്ക് 100% പരിഹാരങ്ങൾ കൊടുക്കാൻ വയ്യ. അങ്ങനെ പരിഹാരങ്ങൾ കൊടുക്കാൻ പറ്റാത്തടത്തോളം കാലം ഞാൻ എന്തിനാണിത് പറയുന്നത്? ചെറിയ എനിക്ക് പൂർണ്ണമായി തൃപ്തി തരാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ കാന്തല്ലൂർ ആശ്രമത്തിന്റെ കഥയും അതൊക്കെയാണ്. അവകാശികളില്ലാത്ത അവസ്ഥ. അത് നശിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. ആ നശിപ്പിക്കാൻ ശ്രമിച്ച ആരെങ്കിലും അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നതിന് കുഴപ്പമില്ലായിരുന്നു. എനിക്കൊരു വക്കീലുണ്ടായിരുന്നു. വക്കീലിനെ അറിവ് പോലും ഇല്ല, വക്കീലിനെ കാണാനില്ല, വക്കീൽ വിളിക്കില്ല, വക്കീൽ മെസ്സേജ് മാത്രം ഇടും. എന്താണ് അതിന്റെ ബാക്കിയുള്ളത് എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ആശ്രമം നശിപ്പിച്ചവരെ കേസ് ഫയൽ ചെയ്ത് വളരെ ഇതായിട്ട് കേസ് കിടക്കുകയാണ്. വാറണ്ടും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്, മല്ലും ജാമ്യവും ഒക്കെ എടുത്ത്. എനിക്ക് കേസ് മരണം വരെ ഞാൻ വിടത്തില്ല. പക്ഷെ എൻ്റെ വക്കീൽ എന്നോട് കാണിച്ച് എന്താണെന്നുള്ളത് വക്കീലിനോട് ഉഗ്രപ്രത്യഗ്രദേവി ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങൾ സുനിൽ പരമേശ്വരനോട്, കാന്തല്ലൂർ സ്വാമിയോട് കാണിച്ചത്? ഇത്ര അപമാനവും അപഖ്യാതിയും എനിക്കുണ്ടായിട്ടും വക്കീൽ എന്നോട് നീതി കാണിച്ചില്ലെങ്കിൽ ഇവിടെ വേറെ വക്കീലന്മാരും ഉണ്ടല്ലോ, വേറെ ഒരുപാട് വക്കീലന്മാരും ഉണ്ട് ഇല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവത്തിന്റെ കോട്ടിട്ട് വരുന്ന, മനുഷ്യന്റെ കോട്ടിട്ട് വരുന്ന ദൈവ സാന്നിധ്യങ്ങളായിട്ടുള്ള അവരുണ്ട്. അവർ ചോദിച്ചോളും പരിഹാരം. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അതിലെ അയ്യപ്പന്റെ ഈ കേസ് കെട്ടിൽ ഇത്രയൊക്കെ സംഭവിച്ചത് കണ്ടില്ലേ? അയ്യപ്പന്റെ കൊള്ളയടിക്കപ്പെട്ട മുതലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം, ഈ പ്രതികൾക്ക് വേണ്ടി, ഈ കള്ളന്മാർക്ക് വേണ്ടി, ഈ കൊള്ളക്കാർക്ക് വേണ്ടി ഇവർക്ക് ജാമ്യം കൊടുക്കണം. ഇവർ ഇത് അറിഞ്ഞിട്ടില്ല. ഇവരെങ്ങനെയാണെന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കോടികൾ മേടിച്ചതുകൊണ്ട് സ്വർണ്ണ മുതലാളിമാരെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരെ, തലമുറകൾക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിങ്ങൾ മറന്നു പോകരുത്. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഇവരൊന്നും വേണ്ടി വാദിക്കാൻ വരരുത്. ഇവരൊക്കെ ജയിലിൽ കിടക്കട്ടെ. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചവനൊക്കെ ജയിലിൽ കിടന്ന് ചാകട്ടെ നരകിച്ച്. നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദൈവ സാന്നിധ്യമുള്ള ദൈവം, അയ്യപ്പൻ ശക്തി കൊടുക്കുന്ന, ഊർജം കൊടുക്കുന്ന 2 ജഡ്ജിമാരവിടെ ഉണ്ട്. അവിടെ ഇവരെ ആരും രക്ഷിക്കാൻ ശ്രമിച്ചാലും, ഞാൻ ലക്ഷണശാസ്ത്രം പറയുന്നത്, ഇവർക്ക് രക്ഷയില്ല. കോടതി ശിക്ഷിക്കുന്നതല്ല, ഇവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിണിത ഫലത്തെക്കുറിച്ച് രക്ഷപ്പെടുമ്പോൾ രക്തരൂക്ഷിതമായ രക്തരോഗങ്ങൾ പിടികൂടും. കുടുംബത്തില് അഴുകിപ്പോവും, രക്തം, അവയവങ്ങൾ അഴുകിപ്പോവും, രക്തം കൊണ്ട് നിറയും, രക്തദൂഷ്യം ഉണ്ടാവും. അത്ര കഠിനമായ പണത്തിന് വേണ്ടി ചെയ്തതല്ലേ?
പണം എന്ന് പറയുന്ന ഭ്രമാത്മകമായിട്ടുള്ള ഒരു പൈശാചിക ശക്തിയില്ലേ, ഒരു പരിധി കഴിഞ്ഞാൽ ഹിതമായി നിനക്ക് ഹിതമുള്ളത് എന്താണോ, നിനക്ക് ഹിതമുള്ളതാണ് ദൈവസാന്നിധ്യമുള്ള ശക്തി. നിനക്ക് ശക്തിയില്ലാത്ത, നിനക്ക് ഹിതമല്ലാത്തതെല്ലാം തന്നെ പൈശാചിക ശക്തിയാണ്. പത്മകുമാറിനെ പോലുള്ള നല്ല നേതാക്കന്മാര് ദൈവത്തെ ഓർത്ത് ഞാൻ ചിലപ്പോൾ വിചാരിക്കും, കടകംപള്ളി സുരേന്ദ്രൻ ഈ കേസിൽ പെടാതിരിക്കണമേ ദൈവമേ. എന്താണ് അദ്ദേഹത്തോട് നമ്മൾ അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള വിശ്വാസവും ഇതൊക്കെ കൊണ്ട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിടേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്ന് എനിക്ക് മനസ്സുകൊണ്ട് വെറുതെ എന്ത് കാരണങ്ങൾ കൊണ്ട് തോന്നുന്നു പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ തുറന്ന് പറയുവാണ്, അദ്ദേഹം ജയിലിലാകരുത്, അദ്ദേഹത്തിന് ഈ കേസിൽ പങ്കാളിയാകരുത് എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. ആ രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകരുത്. അദ്ദേഹം സഹായിച്ച ഒരുപാട് രാഷ്ട്രീയമായി നിന്നപ്പോൾ സഹായിച്ച ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളാണെന്നൊക്കെ. ശിവൻകുട്ടി എന്ന് പറഞ്ഞ നേതാക്കൾ, പുള്ളി ഇതിനകത്തൊന്നും പങ്കില്ല, അതൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യരാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ളവർക്ക് രോഗദുരിതങ്ങൾ പോലും കൊടുക്കാൻ നിലനിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിന്റെ ആഗ്രഹം. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ഞാനിത് പറയാന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം, ഭാസ്കരമാമന്റെ കഥ വന്നപ്പോൾ ഇത് പറയാനുള്ള ദൈവമില്ല. ഭാസ്കരമാമന്റെ മുറിയില്, ഭാസ്കരമാമ ഇരിക്കുന്നതിന്റെ പുറയില് തിരുപ്പതി ഭഗവാന്റെ സ്വർണത്തിലുള്ള ഒരു വലിയ പടമുണ്ട്. സ്വർണത്തിലുള്ള പടം, സ്വർണമാണ്. എടാ കുട്ടാ, നീ കണ്ടല്ല, ഇത് മുഴുവൻ വൈഡൂര്യങ്ങളാണ്. ഇത് കൊടുത്താൽ ഏകദേശം ഒരു 3 കോടി രൂപ കിട്ടും. അപ്പൊ ഞാൻ ദൈവത്തിന് നിങ്ങൾ കച്ചവടക്കായിരിക്കുകയാണ്, ഭാസ്കരമാമ വിലയ്ക്ക് വാങ്ങാൻ കൊടുക്കാതിരിക്കുകയാണ്, അതവിടെ ഇരുന്നോട്ടെ. അല്ല, അത് മുഴുവൻ വൈഡൂര്യമാണ്. ഈ കൊടുക്കണ കാര്യം കുറിച്ച് ദൈവത്തിനെ ഉണ്ടാക്കുക, പിന്നെ അത് കൊടുക്കുക. ദൈവത്തിനെ ഉണ്ടാക്കി കൊടുക്കുകയാണോ നിങ്ങളെ ജോലി? ഭാസ്കരമാമ കുറെ കൂടെയൊക്കെ മനസാക്ഷിപരമായിട്ട് ആൾക്കാരോട് പെരുമാറും, സംസാരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. സ്വർണം ഒന്നും തരില്ല. സ്വർണ്ണമൊക്കെ ദുഃഖം കരിയിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇട്ടിട്ടുണ്ട് സ്വർണത്തിനൊരു നാഗം. ഈ ഒരു നാഗം സ്വർണത്തിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഇടേണ്ട കാര്യമുള്ളത് കൊണ്ട്. കാരണം ഞാൻ ഈ ഗൗരീശവട്ട അമ്പലത്തിൽ ഒരു വിഷയം ഉണ്ടായി. ഞാൻ പശുപത്തി തൊടാൻ പോയപ്പോൾ തിരുമേനി അലറി വിളിച്ച് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ ആ ഒരു സ്വർണ്ണനാഗം ആ കുളത്തിൽ നിന്ന് പൊങ്ങി വരണം കണ്ടു. എനിക്ക് ആ ദർശനത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടതാണിത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്. സ്വർണം കലി തന്നെയാണ്. കലി ഇരിക്കുന്ന ഒരു സ്ഥലം പിന്നെ സ്വർണം ഉള്ള സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സ്വർണ്ണ മുതലാളിമാരുടെയും ജന്മജന്മാന്തരങ്ങൾ പിന്നിലോട്ട് കിടക്കുമ്പോഴും വരാൻ പോകുന്ന തലമുറകൾ എടുക്കുമ്പോഴും ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് തട്ടാന്മാരുടെയൊക്കെ ഞാൻ ഒരാളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു സ്വർണ്ണ മുതലാളിയുടെ അവസ്ഥയെക്കുറിച്ച് വളരെ ഭ്രാന്തായിപ്പോയി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാസ്കരൻ മാമൻ പറ്റിയത് എന്താ പറഞ്ഞാൽ, ആ ഒരു വിഷയത്തിലൂടെ ഞാൻ ഭാസ്കരൻ മാമനോട് ബന്ധം അവസാനിപ്പിച്ചു അല്ലേ. സ്വർണത്തിൽ തിരുപ്പതി ഭവനം ഉണ്ടാക്കി വെച്ച് അതിൽ ഡയമണ്ട് കൊണ്ട് കുത്തി തറച്ച് ഭാര്യയെ മക്കളെ സ്നേഹിക്കാതെ പണം പലിശയ്ക്ക് കൊടുത്ത് ഒരു ഷർലക്കിനെ പോലെ ജീവിക്കുന്ന, പലിശയ്ക്കൊക്കെ കൊടുത്ത് ഒരുപാട് കണ്ടാൽ ശ്വാസം മുട്ടലും 1 കിലോ ഗുളികയും കഴിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഭാസ്കരൻ മാമന്മാർ ഒരുപാടുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. ഒടുവിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ്. നമ്മൾ കേട്ടാൽ എനിക്ക് വിഷമം തോന്നി. ഭാസ്കരൻ മാമന് പണ്ടും സിനിമ എൻ്റെ അടുത്ത് പറയും, ഡേയ് നിന്റെ ഒരു കഥ ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ എടുക്കാൻ പറ്റുമോ? ഞാൻ ഈ ഭാസ്കരൻ മാമനോട് ഒരു സിനിമ ഇടപാടുമില്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരു സിനിമയ്ക്ക് കഥ എഴുതിയില്ലെങ്കിലും ഞാൻ എഴുതും, നിങ്ങളവരെ കുറിച്ച് ഒരു കഥ എഴുതി സിനിമ ഉണ്ടാക്കാമെന്ന്. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾ സിനിമ കാണാൻ പോയി. ഭാസ്കരൻ മാമൻ എല്ലാ സിനിമയും കാണും. സിനിമ ഭ്രാന്ത. സിനിമ കാണാൻ പോയപ്പോൾ ഒരു അലർച്ച കേൾക്കുമ്പോൾ ഒരു വീൽ ചെയറിൽ ഒരാളെ കെട്ടി, ഈ അരയിൽ ഇങ്ങനെ കെട്ടി കസേരയോട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ രാധാകൃഷ്ണ പിള്ള, നമ്മുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ മരുന്ന് കൊടുത്ത രാധാകൃഷ്ണ കസേരയുടെ പുറകിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അയാൾ പറയാണ്, ഞെട്ടിപ്പോയതാണ്. ഭാസ്കരൻ മാമൻ ആർത്ത് വിളിക്കുന്നു, ബോധം പോയി. ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് അലറി വിളിക്കുവാണ്. അപ്പൊ ഇയാൾ അങ്ങോട്ട് ചെന്നപ്പോ ഭാസ്കരൻ മാമൻ അതെ ഭ്രാന്താണ്, ഒന്നും ഓർമ്മയില്ല, സിനിമ കാണാൻ വേണ്ടി കിടന്ന് നിലവിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചോണ്ട് എടുത്തോണ്ട് വന്നതാണ്. ഇത് കേട്ട് ഞാൻ കുറച്ചു നേരം സ്തംഭിച്ചിങ്ങനെ നിന്നു. ഞാൻ ഭാസ്കരൻ മാമന്റെ ഭൂതകാലം ഓർത്തു. അമ്മയ്ക്ക് ഭ്രാന്ത് വന്നപ്പോ ഇത്രയും വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കണം. അത് ആ മനുഷ്യൻ ഭാസ്കരൻ മാമന്റെ വീൽ ചെയറിൽ പിടിച്ചുകൊണ്ട് നിൽക്കണു. ഭാസ്കരൻ മാമൻ ഭ്രാന്ത് പിടിച്ച് അലറുന്നു. ആൾക്കാർ കേൾക്കണം. തിയേറ്ററിൽ ഏതോ തിയേറ്ററാണ്, സർവമായ ഏതോ തിയേറ്ററാണ്. അവിടെ ഇങ്ങനെ കാണാനായിട്ട് സിനിമ കാണുമെന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ഈ കോടീശ്വരനായ ഭാസ്കരൻ മാമൻ, സ്വർണ്ണക്കടയുള്ള മാമൻ,
ഭാസ്കരൻ മാമൻ, പലിശ കൊടുക്കുന്ന കടയുള്ള മാമൻ, മക്കളെ അനുഭവിക്കാൻ രോഗമില്ലാത്ത മാമൻ, ബോധമില്ലാതെ പുറയിലിരിക്കുന്ന തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോയാണ് ഡയമണ്ട് പതിച്ച 2-3 കോടി വിലയുള്ള ആ വിഗ്രഹത്തിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തതും ആർത്ത് വിളിക്കുന്ന ഭാസ്കരൻ മാമനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് എന്തിനാന്ന് പറഞ്ഞാൽ, പണത്തെയും ഭൗതിക സുഖങ്ങളെയും മാത്രം സ്നേഹിക്കുന്ന, പണമാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത്, പണത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന, മൂല്യങ്ങളില്ലാത്ത, രോഗദുരിതങ്ങളിൽപ്പെട്ട് മറ്റുള്ളവന്റെ ദുഃഖത്തിലും മറ്റുള്ളവന്റെ രോഗാവസ്ഥയിലും ഒരു തണൽ, ഒരു സാന്ത്വന വാക്കും കൊടുക്കും. അവനെ മനസ്സുകൊണ്ടും ഇല്ലെങ്കിൽ സാമ്പത്തികമായെങ്കിലും ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റാതെ പണത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ, പണം തരുന്ന ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിനെയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അതൊരു ഭ്രാന്തിന്റെ കിരീടമാണ്. ലോകമെന്നറിയാതെ, മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം ശരീരത്തിൽ നിന്ന് പോകുന്നതറിയാതെ, തനിക്ക് ചുറ്റുമുള്ള ലോകം എന്താണെന്നറിയാതെ ജീവിക്കുന്ന ഭാസ്കരന്മാരുടെ നടുവിലൂടെ നമുക്ക് നിശബ്ദനായി നടന്നു നീങ്ങാം. നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. ദൈവം എന്നൊരു ശക്തിയുണ്ട് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നിങ്ങൾ നല്ല സത്കർമ്മങ്ങൾ ചെയ്യൂ. ആ സത്കർമ്മങ്ങളിലൂടെ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയുമുള്ള മോക്ഷപ്രാപ്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.